हे राधा माधव जय कुंज बिहारी। जय राधा माधव जय कुंज बिहारी। जय गोपी जन वल्लभ गिरिवरधारी। जय गोपी जन वल्लभ गिरिवरधारी। यशोदनन्दन व्रजजनरञ्जन। यशोदनन्दन व्रजजनरञ्जन। यमुनतीरावनचारी। यमुनतीरावनचारी। जय राधा माधव जय कुंज बिहारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद। श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। जय प्रभुपाद जय प्रभुपाद जय പ്രഭുപദ ജയ പ്രഭുപദം. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോക സംഖ്യ 9, 10. ഇപ്പൊ 9ാമത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. അന്യേജ ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദാഃ. അന്യേജ ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദാഃ. അന്യേജ ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദാഃ. വാക്കുകളുടെ അർത്ഥം നോക്കാം. അന്യേജ മറ്റ് പലരും, ബഹവ അനേകം, ശൂരാഹ ശൂരന്മാർ, മദർത്ഥേ എനിക്കായിക്കൊണ്ട്, തെക്തജീവിതാഹ ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി, നാനാശസ്ത്രപ്രഹരണ പലവിധത്തിലുള്ള ആയുധങ്ങളുമായി, സർവേ എല്ലാവരും, യുദ്ധവിശാരദാഹ യുദ്ധത്തിൽ നിപുണന്മാരാകുന്നു. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർക്ക് ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലികൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. അടുത്തത് ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം മേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം മേതേഷാം ബലം ഭീമാഭിരക്ഷിതം.
അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. വാക്കുകളുടെ അർത്ഥം: യത് യാതൊന്ന്, ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, തത് അങ്ങനെ ഇരിക്കുന്നു, അസ്മാകം നമ്മുടെ ബലം, ശക്തി, സേനാബലം, അപര്യാപ്തം അളവറ്റതാണ്, ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഏതേശാം ഇവരുടെ, ഇതം ബലം തു ഈ സൈന്യബലമാകട്ടെ, പര്യാപ്തം പരിമിതമാണ്. വിവർത്തനം: അളവറ്റതാണ് നമ്മുടെ സൈന്യബലം, പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഭാവാർത്ഥം: ശില പ്രഭുപാദയ്ക്ക് രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ്. തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചിതമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോടത് നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധനന് എന്നും ഭീമന്റെ അസൂയുണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ. എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശീലനാകുമെന്ന് കരുതി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാനിധാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച വദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 9 10 ഇതില് സേനാ നിരീക്ഷണമാണ് ഒന്നാമത്തെ അധ്യായം. സേനയുടെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ആരൊക്കെ എന്ത് തരത്തിലുള്ള ശംഖുകൾ ഉപയോഗിച്ചു, അങ്ങനെ അല്ലെ. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആദ്യം നമ്മൾ അതിന്റെ പാർട്ടിസിപ്പൻസിനാണല്ലോ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുക അല്ലെ. എങ്കിൽ ആരൊക്കെ എന്തൊക്കെ ആണ്, എത്ര കഴിവുള്ളവർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്, ടാലൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് കാണുന്നവർക്ക് ഒരു കൂടുതലൊരു ഉത്സാഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവരെ പരിചയപ്പെടുന്നത് ആദ്യം പാർട്ടിസിപ്പൻസിന്. അപ്പോ ഇതില് ദുര്യോധനൻ തന്റെ ഗുരുവായിട്ടുള്ള ദ്രോണരെ വിളിച്ചുകൊണ്ട് കാണിക്കുകയാണ് അല്ലെ, ആരൊക്കെയാണ് ഇയാളുടെ പക്ഷത്തുള്ളത്. നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ. നമ്മൾ വീട്ടിലാരെങ്കിലും വന്നാൽ ആദ്യം വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ നമുക്ക് കിട്ടിയ കപ്പുകളും ഷീൽഡുകളും നമുക്ക് കിട്ടിയ എന്താ പറയാ അവാർഡുകളൊക്കെ കൊണ്ട് കാണിക്കാനാണ് നമ്മൾ ആദ്യം. അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയാണ്, ഇവിടെ നിന്ന് കിട്ടിയാണ്, അവിടെ നിന്ന് മേടിച്ചാണ്, അങ്ങനെ നമുക്കത് കാണിക്കാനൊക്കെ ഒരു നമ്മുടെ ഒരു സ്വയം നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ കയ്യിലുള്ള അസറ്റ്സിനെ കാണിക്കാനല്ല, നമ്മുടെ കയ്യിലുള്ള കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനുള്ള ഒരു അതിയായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ടത്, എല്ലാ ജീവരാശികൾക്കും ഉണ്ടത്. സ്വന്തം എൻ്റെത്, മമകാരം എൻ്റെത് അങ്ങനെ ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇവിടെ ദുര്യോധനൻ കുറച്ചുകൂടെ എക്സ്ട്രാ ആണ്, അതിൽ കുറച്ച് അഹങ്കാരം കുറച്ച് കൂടിയതാണ് അല്ലെ. എപ്പോഴും ദുര്യോധന അല്ലെ, ദുര്യോധന, ദു എന്ന ശബ്ദം എപ്പോഴും നെഗറ്റീവ് ആണ്, ഒരു നെഗറ്റീവ് മീനിങ് ആണ് സംസ്കൃതത്തില്. ദുര്യോധന, യോധ എന്ന് വെച്ചാൽ യുദ്ധം എന്നാണ്. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യത്തിന് യുദ്ധം ചെയ്യുന്നവൻ അല്ലെങ്കിൽ വഴക്കാളി അല്ലെ, അനാവശ്യ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നത്. അതിൽ നമ്മൾ എത്ര പേര് ദുര്യോധനാണ് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കാം. നമ്മൾ ദുര്യോധന്മാരാണോ, നമ്മുടെ ഉള്ളിൽ ദുര്യോധനൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ ദുര്യോധനെ മാറ്റുക. ഇതിൽ ദുര്യോധനൻ ആദ്യം കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്, മഹാരഥന്മാരുള്ള ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോ ഇതിലെടുത്ത് പറയുന്ന കുറച്ച് മഹാരഥികളുടെ പേര്, വലിയ വലിയ യോദ്ധാക്കളുടെ പേര് പറയുന്നുണ്ട്. ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരൊക്കെ ദുര്യോധനന് വേണ്ടിയിട്ട് ജീവൻ കളയാനായിട്ട് നിൽക്കേണ്ടി പറയട്ടെ.
ഇതിൽ ജയദ്രഥൻ എന്ന് വെച്ചാൽ ആരാണെന്ന് അറിയാലോ? കൗരവരുടെ അളിയനാണ്. തലതിരിഞ്ഞ ഒരു അളിയനുണ്ടെങ്കിൽ തന്നെ ഇവിടെ മനസ്സമാധാനമില്ലാത്ത അവസ്ഥയാണ്, പലർക്കും അറിയാം, അനുഭവം ഉണ്ടായിരിക്കും. അപ്പോ തലതിരിഞ്ഞ 100 അളിയന്മാരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവന്റെ കാര്യം അധോഗതി തന്നെ, വേറെ രക്ഷയൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുഷ്ടന്മാരുടെ കൂടെ കൂടിയത് കാരണം ഇദ്ദേഹത്തിനും നാശത്തിലേക്ക് പോകേണ്ടി വന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സംഘം, നമ്മുടെ ഒരു അസോസിയേഷൻ അല്ലെ, അതാണ് സത്സംഗം എന്ന് പറയുന്നത്. ദുസ്സംഗം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം. അപ്പൊ ദുസ്സംഗത്തിൽ ഏർപ്പെട്ട് എത്ര നല്ലവനായാലും തന്നെ ചിലപ്പം ദുഷ്ടന്മാരുടെ കൂടെ നിൽക്കി ദുഷ്ടത്തരം ചെയ്യേണ്ടിയായിട്ട് നമുക്ക് വരും ചില സാഹചര്യങ്ങളിലെങ്കിലും. അപ്പോ ഈ ജയദ്രഥൻ എന്ന് പറഞ്ഞാൽ ജയദ്രഥ, സംസ്കൃതത്തിൽ ഓരോ വാക്കുകൾക്കും ഓരോ പേരുകൾക്കും പ്രത്യേകം അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മൾ ഡുട്ടു ഡിട്ടു ചിങ്കു പിങ്കി എന്ന് പറയും പോലെ അല്ല, ഓരോ പേരുകൾക്കും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഉണ്ട്. ഇപ്പൊ ജയദ്രഥൻ, അതായത് രഥം എന്ന് വെച്ചാൽ രഥം, തേര് അല്ലെ, തേർ യുദ്ധത്തില് എന്താ പറയാ, തേർ യുദ്ധത്തിൽ അസാമാന്യൻ ജയിച്ചവനാണ് അർത്ഥം. അല്ലെങ്കിൽ തേർ യുദ്ധത്തില്, രഥം കൊണ്ട് വെച്ചുള്ള യുദ്ധത്തില് അഗ്രഗണ്യൻ, വിജയി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അത്രയും പ്രതാപശാലിയായിട്ടുള്ള യുദ്ധമാണ് ഈ ജയദ്രഥൻ. പക്ഷെ ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് എന്ത് പറ്റി? നാശത്തിലേക്ക് പോകേണ്ടി വന്നു അല്ലെ. നമ്മൾ എപ്പോഴും ഈ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നേരെ എടുത്തില്ല എങ്കിൽ വളരെ വളരെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ജയദ്രഥൻ. കൃതവർമ്മ എന്ന് പറയുന്നത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യാദവ സേനാധിപതിയാണ്. അപ്പൊ യാദവനായിട്ട് ആൾ എങ്ങനെയാണ് ഭഗവാൻ അതിൽ യുദ്ധത്തിന് വന്നു അതറിയണ്ടേ? എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടെ സൂചിപ്പിച്ചു പോവാം നമുക്ക്. നാരായണി സേനയുടെ സേനാധിപതിയാണ് ഈ കൃതവർമാവ്. യാദവനാണ്. അക്രൂറിന്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്തൊക്കെയാണ്. ഈ ശമന്തക അപഹരണത്തിലൊക്കെ വളരെ അക്രൂറിനായിട്ടുള്ള വളരെ ബന്ധമുള്ളൊരു കഥാപാത്രമാണ് ഈ കൃതവർമാവ്. പക്ഷെ അദ്ദേഹം എങ്ങനെ ഭഗവാന് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർക്കെതിരെയുള്ള ഒരു ഗ്രൂപ്പിൽ പോയതെന്ന് വെച്ചാല്, ദുര്യോധനനും ധർമ്മപുത്രരും യുദ്ധം കുറിച്ചു, സഹായത്തിനായിട്ട് ദ്വാരകയിലെത്തി. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഉറങ്ങല്ല ഭഗവാൻ ഇങ്ങനെ, ഭഗവാന്റെ ലീലകളാണ് അതൊക്കെ, ഉറങ്ങുന്നവർ കിടക്കും. അപ്പോ ദുര്യോധന എപ്പോഴും, ഈ അഹങ്കാരികൾ എപ്പോഴും അങ്ങനെയാണല്ലോ, എപ്പോഴും മുമ്പിൽ നിൽക്കണം, എനിക്ക് തന്നെയാണ്, അങ്ങനെയാണല്ലോ. അപ്പോ ഇടിച്ചേറി നിൽക്കുന്ന സ്വഭാവമാണല്ലോ ഈ അഹങ്കാരികൾ. അപ്പൊ അഹങ്കാരിയായിട്ടുള്ള ഈ ദുര്യോധനൻ എന്ത് ചെയ്യും? നേരെ ഭഗവാന്റെ ശിരസിനടുത്ത്, ഭഗവാൻ തിരുമുഖത്തിനടുത്ത് ഊരി. അർജുനൻ ഭഗവാന്റെ ഭക്തന്മാരോട് ചെന്നിരിക്കും എപ്പോഴും ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ് അല്ലെ, തൃപ്പാദങ്ങളിലാണ് ഭക്തന്മാരുടെ ശരണം തേടുന്നത് എപ്പോഴും. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചെന്നിരിക്കും. അപ്പൊ ഭഗവാൻ ഉണരുമ്പോ ആദ്യം കാണുന്നത് അർജുനനെ തന്നെയാണ്. അപ്പൊ ചോദിക്കും എന്താണ് വേണ്ടത് എന്ന്. അപ്പൊ ഭഗവാൻ പറയും, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു ആയുധം എടുക്കില്ല ഞാൻ. അപ്പൊ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ആയുധം എടുക്കാത്ത എന്നെ വേണോ? ഭഗവാന്റെ നാരായണി സേന, ഭഗവാന്റെ സേനയുടെ പേര് നാരായണി സേന. അന്ന് കാലത്ത് അതിശക്തമായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സേനയായിരുന്നു ഭഗവാന്റെ നാരായണി സേന. അപ്പൊ സ്വാഭാവികമായിട്ടും ദുര്യോധനപ്പെട്ട ആളെന്ത് എപ്പോഴും ഭഗവാനെ എടുക്കൂല. എന്താ ഭഗവാന്റെ ഒരു മഹത്വം, ഭഗവാൻ ആരാണെന്നും പരമാത്മാവായിട്ടുള്ള ആ ഭഗവാൻ, പരമപുരുഷനുള്ള ഭഗവാൻ ആരാണെന്നും മനസ്സിലാവാത്തതിന്റെ ഒരു കുഴപ്പമാണത്. ശരിക്കും ഒരു ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യും? ഭഗവാൻ എനിക്ക് ആയുധം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാൻ മതി എന്ന് പറയും. അപ്പൊ അർജുനൻ എന്ത് ചെയ്യും? ഭഗവാനെ തന്നെ സ്വീകരിക്കും. എനിക്ക് ഭഗവാൻ മതി. കാരണം അർജുനൻ അറിയാം, എന്തൊക്കെ ഉണ്ടെങ്കിലും, എന്തൊക്കെ ശക്തി ഉണ്ടെങ്കിലും, എന്തൊക്കെ കഴിവുണ്ടെങ്കിലും ഭഗവാൻ എന്നൊരു പരമപുരുഷനായിട്ടുള്ള ആ സർവേശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറവും ഉണ്ടാവില്ല. എന്തൊക്കെ കുറവുണ്ടെങ്കിലും ആ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടും. ഇവിടെ യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേ ഗുണേസ്തത്ര സമാസതേശ്വരാഹ ഹരോ അഭക്തസ്യ കുതോ മഹത് ഗുണാഹ മനോരഥേ നാസതി ദാവതോ ബഹി. ശ്രീമദ് ഭാഗവതം 5ാം കാണ്ഡത്തിൽ 5th കാണ്ഡോ അധ്യായം 8 ശ്ലോകം 12 യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേ ഗുണസ്തത്ര സമാസതി ഗുണ. അകിഞ്ചന എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒന്നുമില്ലാത്തവനാണ്, ദരിദ്രൻ, ഭൗതികമായിട്ട് ഒന്നുമില്ലാത്തവൻ എന്നൊക്കെയാണ്. പല അഡിഷൻ നോക്കിയാൽ നമുക്ക് നിരുക്തി നോക്കി അറിയാൻ പറ്റും അങ്ങനത്തെ അർത്ഥങ്ങളെ കൊടുക്കുന്നത്. അങ്ങനെയുള്ളവനാണെങ്കിൽ പോലും യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേ ഗുണേസ് തത്ര സമാസതാസുര. ഭഗവാന്റെ ഭക്തനായിട്ട് എപ്പോഴാണ് ശരണം പ്രാപിക്കുന്നത്, ഭക്തനാവുന്നു, ഭഗവാൻ തിരുനാമം ജപിക്കുന്നു, സേവനത്തിൽ ഏർപ്പെടുന്നു എന്ന് ചെയ്തു കഴിയുമ്പോ ആ വ്യക്തി അകിഞ്ചനാണെങ്കിലും അയാള് എന്തായിട്ട് മാറും? സർവ്വദേവന്മാർക്കുള്ള ദൈവിക ഗുണങ്ങളെല്ലാം വന്നു ചേരും അയാൾക്ക്. പക്ഷെ ഹരു അഭക്തസ്യ കുതു മഹത് ഗുണാഹ. അഭക്തനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അസൂയയിലോട്ടുള്ള, ഭഗവാനിൽ
അസൂയകളാണല്ലോ ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. 7-ാം അധ്യായത്തിൽ 15 ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്. എന്താ പറയണത്? നമാം ദുഷ്കൃതിനോ മൂഢ പ്രബദ്ധ്യന്തി നരാധമ മായ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. അപ്പൊ ഈ അസൂയാലുക്കളും ദുഷ്കൃതികളുള്ള മൂഢന്മാരും നരാധവന്മാരും അല്ലെ, നരാധവൻ എന്ന് വെച്ചാൽ മനുഷ്യന്മാരിൽ ഏറ്റവും നികൃഷ്ടൻ, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനം, അത് അജ്ഞാനികള് അല്ലെങ്കിൽ ആസുര ഭാവം. അത് അസുരം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എപ്പോഴും പറയാം നീ ഒരു അസുരനാണല്ലോ എന്ന് പറയും ചിലപ്പോൾ പലരുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട്. നമുക്കറിയാം ആസുരിക പ്രവൃത്തി എന്താണെന്ന് അറിയാം. അത് ദൈവിക പ്രവൃത്തികൾ നേരെ വിപരീതമായിട്ടുള്ളത്. ഒരു എത്തിക്സും ഇല്ല, ഒരു തരത്തിലുള്ള പോളിസി ഒന്നുമില്ല ജീവിതത്തിൽ. അങ്ങനെ ആരെങ്കിലും കൊന്നിട്ട് ആരെങ്കിലും കഴുത്തി വിട്ടിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക, സ്ഥാനമാനം നേടുക, ഇതൊക്കെയാണ് ആസുരമായിട്ടുള്ള പ്രവൃത്തികളുടെ ലക്ഷണം. അപ്പോൾ നമാം ദുഷ്കൃതിനോ മൂഢ പ്രബദ്ധ്യന്തി നരാധമ മായ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവമാശ്രിത. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഭഗവാനെ മനസ്സിലാക്കില്ല. അപ്പോൾ ഈ ദുര്യോധനൻ ഒരിക്കലും ആ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ തന്നെ അയാളുടെ ആക്ടിവിറ്റീസ് അല്ലെ. ഒരുപാട് ദുഷ്ടത്തരം ദുര്യോധനൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമുക്കറിയാം. ഭീമനെ വിഷം കൊടുത്തു, നദിയിലെടുത്തിട്ടു, അരക്കിലത്തിൽ തീ വെച്ചു അല്ലെ, പാണ്ഡവരെ മൊത്തം കൊല്ലാനായിട്ട്. അങ്ങനെ ചെയ്യാത്ത ദുഷ്ടത്തരങ്ങൾ ഒന്നുമില്ല ദുര്യോധനൻ ചെയ്യാത്ത. അപ്പോൾ അങ്ങനെയുള്ള ദുര്യോധനൻ ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത 2-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ ഭീമാഭിരക്ഷിതം. അവിടെയും ഈ ദുര്യോധനൻ കാണുന്നത് ഭീമനാണ് ഈ പാണ്ഡവ സൈന്യത്തെ സംരക്ഷിക്കുന്നതാണ്. ശരിക്കും ആണോ? അല്ല. അവിടെ ഭഗവാനാണ് അവരെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതെല്ലാം. പക്ഷെ ഇങ്ങനത്തെ അസുരഭാവം, ദുഷ്കൃതൻ, മൂഢൻ അല്ലെ, മായ അപഹൃതജ്ഞാനം, അജ്ഞാനം, ജ്ഞാനം നഷ്ടപ്പെട്ടവൻ, ആസുര പ്രവൃത്തിയിൽ ഏർപ്പെട്ടവൻ, ഇങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് ദുര്യോധനന് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അവിടെ യുദ്ധക്കളത്തിൽ പാണ്ഡവരെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ആ മഹാശക്തി പരംപുരുഷനായിട്ടുള്ള ഭഗവാനാണെന്നുള്ളൊരു എന്താ പറയാ അറിവ് അയാൾക്ക് കിട്ടാതെ പോയി. ഈ ശ്ലോകത്തിൽ ആദ്യം ഇവിടെ പറയുന്നുണ്ട്, ദുര്യോധനൻ പറയുന്നുണ്ടല്ലോ ഇവിടെ, ഇത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്, ഭൂതകാലത്തിലാണ് ഇവിടെ പറയുന്നത്. അതായത് 9-ാം ശ്ലോകത്തില് തെക്തജീവിതാഹ, തെക്തജീവിത സംസാരിച്ച പാസ്റ്റ് ടെൻസ് ആണത്. അത് ഇദ്ദേഹം പറയാണ്, ഇയാൾ സ്വയം തീരുമാനിക്കുകയാണ്. ഇയാൾ പറയുന്നത് ഇങ്ങനെ വികടസരിച്ചു എന്നൊക്കെ പറയും, നമ്മൾ പറയുമ്പോൾ ചില സമയത്ത് വലിച്ചു പോകുന്നത്. ഇയാൾ പറയാണ് എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവരാണ് നിൽക്കണമെന്ന് വെച്ചാൽ അതിനർത്ഥം ഇവരൊക്കെ മരിച്ചു പോകും. അത് നടക്കമണവർ ആൾറെഡി പറഞ്ഞു, ആളുടെ വായിൽ വന്നു അത്. അത് മാത്രമല്ല, ചില കമ്പനികളിലൊക്കെ കാണുമല്ലോ, മീറ്റിംഗിൽ പോയിട്ട് ഇരിക്കും പറയും, ചില ആൾക്കാരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഇയാള് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഇരുന്ന് ചെയ്യും, ഒരു വർക്ക് കൊടുത്ത് തീർത്തിട്ടേ പോകൂ, അത് മാത്രമല്ല ഇയാൾ വീക്കെൻഡ്സിലും വർക്ക് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലീവ് എടുക്കില്ല, ലീവ് എടുക്കണമെങ്കിൽ 3 ദിവസം പറഞ്ഞിട്ട് ലീവ് എടുക്കും, അങ്ങനെയൊക്കെ പുകഴ്ത്തുമല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അപ്പടി കേൾക്കുന്നവന് ഓ ഇതാണ് എന്നെ പറ്റി ഈ കമ്പനി അല്ലെങ്കിൽ ഈ മാനേജർ അല്ലെങ്കിൽ ഈ MD-ക്കുള്ള എക്സ്പെക്ടേഷൻ ഇതൊക്കെയാണ്. അപ്പൊ ഇയാൾ ഈ ഓണർ അല്ലെങ്കിൽ MD ഈ എക്സ്പെക്ടേഷൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, നീ ഇതൊക്കെ ചെയ്യണം അല്ലെ. അപ്പൊ അയാൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. അതുപോലെയാണ് ദുര്യോധനോട് പറയുന്നത്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി മരിച്ചോണം ആണ്. എനിക്ക് മദർഥ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട മദർഥ, എനിക്ക് വേണ്ടി സ്വാർത്ഥ ചിന്താഗതിയോടെ കാണുന്നത്, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ മരിച്ചോണം. നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ അങ്ങനെ. പക്ഷെ ഒരു നല്ലൊരു വ്യക്തി അങ്ങനെ പറയില്ല ഒരിക്കലും. ഈ സ്വാർത്ഥനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറയുള്ളൂ നീ എനിക്ക് വേണ്ടി മരിച്ചോണം. അപ്പം ഇദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ആണ് അതൊക്കെ. ഇതൊക്കെ ഇവരുടെ എക്സ്പെക്ടേഷൻ ആണ് ഇദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം അതോടൊന്ന് അതൊക്കെ അവിടെ അറിയിക്കുകയാണ്, എന്റെ എക്സ്പെക്ടേഷൻ ഇതൊക്കെയാണ്, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി മരിച്ചോണം, എന്റെ സുഖത്തിനും എന്റെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് നിങ്ങളൊക്കെ സ്വന്തം ജീവൻ കൊടുത്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ ആളാവണം, എനിക്ക് ചക്രവർത്തി ആവണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല സ്വന്തം ഗുരുവിനെ വിളിച്ചുകൊണ്ടിട്ട് സ്വയം പ്രശംസ നടത്തുകയാണ് അല്ലെ. എനിക്ക് അതുണ്ട് ഇതുണ്ട്, എനിക്ക് ഇത്രയും വലിയ മഹാരഥൻ എന്റെ കൂടെ ഉണ്ട്, ഭീഷ്മരാണ് എന്റെ കൂടെ ഉള്ളത്, ശല്യരുണ്ട്. ഇതിൽ വേറൊരു ചതി ഇവർ പ്രയോഗിക്കുന്നുണ്ട്. ശല്യർ ആരാണെന്ന് അറിയാമോ? ശല്യർ എന്ന് പറയുന്നത് മാദ്രിയുടെ സഹോദരനാണ്. മാദ്രി ആരെന്ന് വെച്ചാല് പാണ്ഡുവിന്റെ 2ാമത്തെ ഭാര്യ, അതായത് നകുല സഹദേവന്റെ അമ്മയാണല്ലോ മാദ്രി. മാദ്രി ആ സമയത്ത് തന്നെ മൃത്യു വരിക്കും, ഭർത്താവ് മരിക്കുന്ന സമയത്ത് തന്നെ. പിന്നെ ഈ 2 കുട്ടികളെയും വളർത്തുന്നത് ഈ കുന്തി ദേവിയാണ്. അപ്പൊ ഈ മാദ്രിയുടെ സഹോദരൻ എന്ന് പറയുന്ന സഹോദരനായിട്ടുള്ള ഈ ശല്യർ വർഷങ്ങളായിട്ട് ഈ എന്താ പറയാ അനന്തരവന്മാരെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ യുദ്ധം വരുന്ന സാഹചര്യം അനന്തരവന്മാരെ സഹായിക്കണം എന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. വരുമ്പോ ശകുനി പറഞ്ഞു കൊടുക്കും ദുര്യോധനന്റെ അടുത്ത്, ഇവർക്ക് ഈ പയ്യന്മാരൊന്നും കണ്ടിട്ടൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു പണി ചെയ്യാം. ശല്യർ മഹാശക്തനാണ്, മഹാശക്തൻ വെച്ചാൽ അതിരഥി പോലത്തെ അത്രയും വലിയ ഒരു ശക്തിയുള്ള ആളാണ്.
ടാലന്റ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഇവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എങ്ങനെ അവരുടെ ശക്തി കുറയ്ക്കാം എന്നുള്ള പല പ്ലാൻസ് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഈ നഗര അതിർത്തിയിൽ തന്നെ പോയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങളെ കാണുമ്പോൾ ഒന്നും മിണ്ടണ്ട, വിളിച്ചോണ്ടിങ്ങ് പോകുന്നേരെന്ന് പറയും. അപ്പൊ ഇവരെ കാണുമ്പോൾ, രാജകുമാരന്മാരെ കാണുമ്പോൾ ഇവരെ ആൾറെഡി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പാണ്ഡുപുത്രന്മാരായിട്ടുള്ള പാണ്ഡവന്മാരാണ്. പക്ഷെ ആദ്യമേ ചെന്നിട്ട് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല അനന്തരവന്മാർ ആരാണെന്ന് കണ്ടിട്ടൊന്നുമില്ല. ഇവരുടെ കൂടെ അങ്ങ് പോരും. ഇവിടെ എത്തിയ ഉടനെ തന്നെ, കൊട്ടാരത്തിൽ എത്തിയ ഉടനെ തന്നെ ഈ പാർട്ടിസിപ്പൻസിനെ കൊണ്ടങ്ങ് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. ജീവൻ കൊടുത്ത് ഞങ്ങൾ ഇതിൽ പങ്കെടുത്തോളാം. ഈ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ശല്യർക്ക് മനസ്സിലാവുന്നത് ഇത് ഞാൻ എത്തിയത് വളരെ റോങ് ആയിട്ടുള്ള പ്ലേസിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ സത്യം ചെയ്തു അന്നത്തെ കാലത്തൊക്കെ ഈ ചെയ്യുന്ന വാക്ക് കൊടുക്കുന്നതും സത്യം ചെയ്യുന്നതിനൊക്കെ വളരെ വളരെ ഇതുണ്ട്. നമ്മൾ ഇന്ന് രാഷ്ട്രീയക്കാർ പറയും പോലെ അല്ല. എനിക്ക് വോട്ട് തരും, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങളുടെ ഈ സ്വിറ്റ്സർലാൻഡ് ആക്കി തരാം എന്നൊക്കെ പറയും പോലെ അല്ല. അന്ന് ഒരു കാലത്ത് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ഷത്രിയന്മാർ വാക്കിന് വേണ്ടി ജീവൻ പോലും വെടിയുന്ന ആൾക്കാർ. നമുക്കറിയാം ഹരിശ്ചന്ദ്രന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, അപ്പൊ അദ്ദേഹം കൊടുത്ത വാക്ക്, പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ചതിച്ചുകൂടെ നിർത്തിയ ശേഷം ഈ ദുര്യോധനൻ കാണിക്കുന്ന വീണ്ടും എന്താ പറയാ ചതി ദുഷ്ടത്തിലാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഇത്രയും വലിയ മഹാരാജാവ് ഇതിനെ എന്താ പറയാ തേരാളിയാക്കി മാറ്റി. തേരാളിയാക്കി. അപ്പൊ എത്രമാത്രം ഇൻസൾട്ട് ആണ് അല്ലേ. അപ്പൊ ഇദ്ദേഹം നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു. പക്ഷെ സമയം വന്നപ്പോ ശല്യര് അതിനുള്ള പണി കൊടുത്തു. ശരിക്കും പറഞ്ഞാല് സമയം കിട്ടിയ അവസരം വന്നപ്പോ. അപ്പൊ അങ്ങനെ ആ ചതിയിൽ കൂടെയാണ് ഇവർ ശല്യരെയും കൂടെ നിർത്തുന്നത് എന്ന് പറയുമ്പോ ഇപ്പൊ ഈ സ്വയം പ്രശംസ നടത്തും. എൻ്റെ അടുത്ത് ശല്യരുണ്ട്, കവർമാവുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വയം പ്രശംസ. ഇതൊക്കെ കേട്ടിട്ടും പക്ഷെ ദ്രോണാചാര്യർ ഒന്നും പറയുന്നില്ല അവിടെ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒന്നും പറയുന്നില്ല അവിടെ. എപ്പോഴും നമ്മൾ കുറെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വായിട്ടടിച്ച് ഭയങ്കര ഇതൊക്കെ പറയുമ്പോൾ പ്രശംസ നടത്തുമ്പോഴൊക്കെ എന്താ പറയാ, ഈ വലിയ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ഒന്നും മിണ്ടില്ല. അവർ സൈലന്റ് ആയിട്ടിരിക്കും. ഞാൻ അതാണ് ഇതാണ് എനിക്ക് ഞാൻ ഇന്നലെ അത് ചെയ്തു ഇത് ചെയ്തു അല്ലെ, നമ്മൾ സർവീസ് നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോഴും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ മിണ്ടാതിരിക്കും, ചിരിച്ചിട്ട് ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ അതും ചെയ്യില്ല അവര്. ഞാനൊക്കെ എത്ര കണ്ടു എന്നുള്ള രീതിയിൽ അവർ മിണ്ടാതിരിക്കും. അപ്പം വേറൊരു ഇതിൽ പോയിന്റ് പറയാനുള്ളത്, ഈ സ്വയം സംതൃപ്തനാത്ത ആളായിരിക്കും എപ്പോഴും കിട്ടുന്ന സ്വയം വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതുകൊണ്ട് അയാൾക്ക് എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ല, എനിക്കിത് ജയിക്കാൻ പറ്റുന്ന അയാൾക്കാണ് അറിയാം. അയാൾ ചെയ്യുന്നത് ഈ അധർമ്മികളാണ് എപ്പോഴും, അധർമ്മികൾ എപ്പോഴും അവരൊരു അവരുടെ ബലയിൽ ഒരു എന്താ പറയാ ഒരു സംശയത്തിലാണ്, എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അവർക്ക്. കാരണം അവർക്ക് അവർ ചെയ്യുന്നത് ശരിയല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസ കുറവും തന്നെ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനത് ചെയ്തു കണ്ടിട്ടില്ല ചില നമ്മൾ കണ്ടിട്ട് ചില വലിയ വില്ലന്മാർ ഗുണ്ടകൾ ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ച് നടക്കും. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്തില്ലെങ്കിൽ പക്ഷേ അത് ആൾക്കാരെ കാണിക്കാനായിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇയാൾക്ക് സ്വയം ആ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം എന്താണ്, ഇയാളുടെ കൂടെ ഭഗവാനില്ല. ഭഗവാൻ ഏതൊരു വ്യക്തിയുടെ കൂടെയാണോ ഭഗവാൻ ഉള്ളത്, ആ വ്യക്തിക്ക് തന്റെ ശക്തിയോ ബലമോ അറിവോ ഒക്കെ കുറവാണെങ്കിൽ തന്നെയും ഭീഷ്മരെ സംബന്ധിച്ച് ഭീമനെ സംബന്ധിച്ച് ഭീഷ്മരുടെ മുമ്പിൽ ഭീമൻ ഒന്നുമല്ല. കാരണം 25,000 മടങ്ങ് ശക്തിയാണ് ഭീഷ്മർക്ക് ഈ ഭീമനേക്കാളും ഉള്ളത്. അപ്പൊ ആർക്കാണ് അപ്പം ഭീമൻ രക്ഷിക്കുന്ന ഒരു പുറമേ ആണെങ്കിലും ഭീമൻ രക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പുറമേ നോക്കുമ്പോൾ ആ ഭീമൻ രക്ഷിക്കുന്ന ആ ഒരു പടയ്ക്കും അതിന് ഭീമനെക്കാളും 25,000 മടങ്ങ് ശക്തിയുള്ള ഭീഷ്മർ രക്ഷിക്കുന്ന പടയിൽ തമ്മിൽ യുദ്ധം ചെയ്താല് ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം. പാണ്ഡവരുടെ കാര്യം ബുദ്ധിമുട്ടാണ്, പരിങ്ങലാണ്. കാരണം എത്രയായി, ആകെ 7 അക്ഷോഹിണിയേ ഉള്ളൂ, മറ്റോടെയല്ലോ 11 അക്ഷോഹിണി. അക്ഷോഹിണിന്റെ കണക്കൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എത്ര 21,870 കാലാള്, അങ്ങനെ കുറെ കണക്കുകൾ പറയണ്ടതിനകത്ത്. ഓക്കെ. അപ്പോ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാല് പാണ്ഡവരുടെ കാര്യം കഷ്ടമാണ്. പക്ഷേ ഇവരുടെ കൂടെ പാണ്ഡവരുടെ കൂടെ എന്നും എപ്പോഴും സഹായത്തിന് ഈ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. കാരണം അവർ ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാർക്ക് എന്തൊക്കെ കുറവും അവരുടെ അപര്യാപ്തതകളും ഉണ്ടെങ്കിൽ തന്നെയും ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളാണ്. കാരണം ഭഗവാൻ ഏത് സാഹചര്യത്തിലും അവരെ രക്ഷിക്കും. അപ്പൊ ഇതില്
എന്തുകൊണ്ട് ദുര്യോധനോട് ധാരാളം ആൾക്കാർ പങ്കെടുത്തു എന്ന് വെച്ചാൽ അത് നമുക്കറിയാം. നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഇപ്പൊ നമ്മളെ ചുറ്റും കാണുന്നത് തന്നെയാണ്. ഒരു പ്രശസ്തനായിട്ടുള്ള ആൾ, ഒരു ഹോൾഡുള്ള ആൾ, അല്ലെങ്കിൽ എന്താ ഒരു എന്താ പറയാ, സ്വാധീനമുള്ള ആൾക്കാർ, സാമ്പത്തികമുള്ള ആൾക്കാർ, അവരൊക്കെ വിളിച്ചാൽ എല്ലാവരും വരിവരായിട്ട് പോയി നിൽക്കും അവരെ സഹായിക്കാനായിട്ട്. എന്താണ് അതിന്റെ എന്തുകൊണ്ടാണ്? നാളെ കാലം നമുക്കൊരു ആവശ്യം വന്നാൽ എന്തായാലും സഹായിക്കും. പക്ഷെ പാവപ്പെട്ട ഒരുത്തന് ഒരു കഴിവില്ലാത്ത ആളെ വിളിച്ചാൽ ആരും പെട്ടെന്നൊന്നും പോയി സഹകരിക്കാൻ പോകുകയൊന്നുമില്ല. ഉം. ഈ ദുര്യോധനന് അത്യാവശ്യം ഇത്തിരി ശക്തിയും പോലെ കുരുക്ഷേത്രത്തിൽ ആഹ് എന്താ പറയാ, കുരു വംശത്തിന്റെ യുവരാജാവാണല്ലോ. പ്രത്യക്ഷത്തിൽ രാജാവ് തന്നെയാണ്. അദ്ദേഹത്തിന് മഹാരാജൻ എന്ന് അഭിസംബോധന ഉണ്ടല്ലോ ഇതിൽ തന്നെ. അപ്പം രാജാവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുരുവംശം അത്ര പ്രഗത്ഭമായിട്ടുള്ള ഒരു ഒരു വംശം, ചക്രവർത്തി എന്ന് തന്നെ പറയാം. അപ്പൊ അദ്ദേഹം അങ്ങനത്തെ ആള് വന്ന് ആളെ സഹായിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ തന്നെ ഇപ്പൊ ഒരു മന്ത്രിയോ എം.എൽ.എ ഒന്ന് സഹായിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കല്ലോ പെട്ടെന്ന്. കാരണം നമുക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും ഓടുന്നത് നമുക്കൊരു ആവശ്യം പിന്നെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെ ഒരു ചിന്തയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്രയും ദുഷ്ടനായിട്ട് പോലും ദുര്യോധനന്റെ പക്ഷത്ത് ഇത്രയും ആൾക്കാർ കൂടാൻ കാരണം. ഇതിലൊരു പക്ഷെ ഇതില് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ ദുര്യോധനൻ ഇത്രയും ശക്തിയുണ്ട് എനിക്ക്, അതുകൊണ്ട് എനിക്ക് തന്നെ വിജയം എന്ന് സുനിശ്ചിതമാണ് എന്നിവിടെ വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. യുദ്ധത്തിൽ നിശ്ചയമായി വിജയലാളിതനാകാമെന്ന് കരുതി. കാരണം ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്റെ കൂടെ, ഇത്രയും പക്ഷെ യഥാർത്ഥത്തിൽ ആരെ കൂട്ടണമായിരുന്ന കൂടെ ആ ആളെ കൂട്ടിയില്ല. അല്ലെ? നമ്മള് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ഒന്ന് ചേർക്കാതെ നമ്മൾ എത്ര വെറും 0 നമ്മളൊരു 10,000 പൂജ്യം എഴുതിയാലും അതിന് മുമ്പിൽ ഒരു ഒന്ന് ചേർത്തില്ലെങ്കിൽ അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരെയാണോ കൂടെ ചേർക്കേണ്ടത് ആ ഒരു ഭഗവാൻ ഈശ്വരനെ കൂടെ ചേർക്കാതെ ബാക്കി നമ്മൾ ആരൊക്കെ ചേർത്താലും ആ ആൾക്കൊന്നും നമ്മൾ ഒരിക്കലും രക്ഷിക്കാനാവില്ല. പക്ഷെ ഈ ദുര്യോധനൻ മൂഢനായതുകൊണ്ട് എന്താണ്, മായാപഹൃതജ്ഞാനാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ചിന്തിക്കുന്നത്, മായയിലകപ്പെട്ട് ചിന്തിക്കുന്നത് ഇവരൊക്കെ എന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബന്ധുബലത്തിനോ നമ്മുടെ ശക്തിക്കോ പണത്തിനോ നമ്മൾ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല. ഈ കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടതാണ് അല്ലെ, കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ. അല്ലെ, ഓരോരുത്തരും ആരെങ്കിലും കുറച്ച് ആഹാരം കൊണ്ട് തരുമോ, വെള്ളം തരുമോ എന്നൊക്കെ നോക്കി പെട്ടുപോയ ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാരൊക്കെ നമുക്ക് അല്ലെ നമുക്കറിയാം പലരെയും. അതുകൊണ്ട് ഈശ്വരന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടായാലും അതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് ഉണ്ടാവില്ല. ഈ ദുര്യോധനൻ ചിന്തിക്കുന്നത് ആ വഴിക്കാണ്. ചെറിയൊരു കഥ, ഒരു അനോളജി പോലെ പറയാം നമുക്ക്. അതായത് ഒരു രാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ ഒരു ഭാര്യ അദ്ദേഹം വളരെ നന്നായിട്ട് സ്നേഹിച്ച് നോക്കി എല്ലാം മേടിച്ചു കൊടുത്ത് അങ്ങനെ സ്നേഹത്തിലൊക്കെ പെരുമാറുമായിരുന്നു. വളരെ സ്നേഹം, അതീവ സ്നേഹം. രണ്ടാമത്തെ ഒരു ഭാര്യയെ അത്ര ഒരു വലിയ സ്നേഹമൊക്കെയാണ് പോകും, അത്ര വലിയ ആദ്യത്തെ ഭാര്യ അത്രയുള്ള സ്നേഹമൊന്നുമില്ല. മൂന്നാമത്തെ ഭാര്യ എടുത്ത് ഒട്ടും സ്നേഹമില്ല, അന്വേഷിക്കില്ല, ആഹാരം കഴിച്ചോ എന്താണ് അവസ്ഥ അങ്ങനെ ഒന്നും അന്വേഷിക്കാനോ പോവൊന്നും അങ്ങനെ തരും. അങ്ങനെ 3 തരത്തിലാണ് 3 ഭാര്യമാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യവഹാരം. അപ്പോൾ ഇദ്ദേഹം മരണാസന്നനായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഓരോ ഭാര്യമാരെ അടുത്ത് വിളിക്കും. അപ്പൊ ആദ്യം വളരെ സ്നേഹിച്ചിരുന്ന ഭാര്യയോട് ചോദിക്കും, ഞാൻ എന്തായാലും ഇവിടെ മരിക്കും, നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും. അപ്പൊ ആ ഭാര്യ പറയും, അയ്യോ എനിക്ക് അത്രയും ദൂരം നിന്ന് ശ്മശാനം വരെ വരാൻ പോലും സമയമില്ല, നിങ്ങൾ കാരണം മരിക്കാറല്ലേ, ഞാൻ വേറെ നല്ല ഏതെങ്കിലും രാജാവിനെ നോക്കി രാജകുമാരനെ നോക്കി ഞാൻ പൊക്കോളാം എന്ന് പറയും. അടുത്ത രണ്ടാമത്തെ ഭാര്യ വിളിക്കും. അപ്പൊ ഇത് ഭയങ്കര വിഷമം, ഇത്രയും ഞാൻ ഇവൾക്ക് വേണ്ടിയാണല്ലോ ഇത്രയും എന്റെ സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ചിട്ടും ഇങ്ങനെയാണോ എന്നോട് ഇവിടെ ഇങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വെച്ചിട്ട് വിഷമിക്കും. രണ്ടാമത്തെ ഭാര്യയെങ്കിലും ചിലപ്പോൾ എൻ്റെ കൂടെ വരുമായിരിക്കും. ഞാൻ മരിച്ചാൽ നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും. ഞാൻ വരും, വേണമെങ്കിൽ ഒരു ശ്മശാനം വരെയൊക്കെ ഞാൻ വരാം, അതിനപ്പുറം എനിക്ക് വരാൻ പറ്റില്ല എന്ന് രണ്ടാമത്തെ ഭാര്യ പറയും. മൂന്നാമത്തെ ഭാര്യ പറയും, ഞാൻ അങ്ങയുടെ കൂടെ എവിടെ വേണമെങ്കിലും, അങ്ങ് എവിടെ പോകുന്നോ അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം വലുതായിട്ടൊന്നും അങ്ങനെ കയറിയാത്തൊരു വൈഫാണ്. ഇതില് ഉപമിക്കുന്നത് ഒന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ധനവും സമ്പത്തും ഒക്കെയാണ്. ഇത് നമ്മൾ മരിച്ചു അപ്പൊ തന്നെ വേറെ ആയി മാറുകയാണ് അല്ലേ. കിടക്കുമ്പോ തന്നെ പലരും കൈവിരലിന്റെ അടയാളമൊക്കെ എടുത്ത് പ്രമാണം വരെ ഉണ്ടാക്കി വെക്കും, ബില്ലൊക്കെ ഉണ്ടാക്കിക്കോളും ആൾക്കാർ ഓട്ടോമാറ്റിക്കലി, നല്ല സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനത്തെ അവസ്ഥയാണ് അല്ലെ. മരിക്കണം തന്നെന്നില്ല, മരണാസന്നനായാൽ തന്നെ മതി. രണ്ടാമത്തെ ഭാര്യയെ ഇവിടെ ഉപമിക്കുന്നത് നമ്മുടെ ബന്ധുജനങ്ങളാണ്. ബന്ധുജനങ്ങൾ ഇവിടെ വരെ വരും, മരിച്ചു കഴിഞ്ഞാൽ ശ്മശാനം വരെ വരും, അതിനപ്പുറം ആരും വരില്ല. ശ്മശാനം വരെ ഒന്ന് കരയും, അത് കഴിയുമ്പോൾ അവരൊന്ന് മറക്കും. ആ ഒരു വൈരാഗ്യം അത്ര ഉണ്ടാവുള്ളൂ, ഒരു വിഷമം. പിന്നെ മൂന്നാമത്തെ ഭാര്യ എന്നിവിടെ പറയുന്നത് നമ്മൾ ഭഗവാന്റെ ജപിക്കുന്ന തിരുനാമങ്ങളും ഭഗവത് സേവനങ്ങളുമാണ്. ഇത് നമ്മൾ മരിച്ചാലും നമ്മുടെ കൂടെ, നമ്മുടെ അടുത്ത പ്രയാണത്തിൽ നമ്മുടെ കൂട്ടായിട്ട് ഒരു പൊതിച്ചോറ് പോലെ നമ്മുടെ കൂടെ വരുന്ന ആരാണ്? ഈ ഭഗവത് സേവനങ്ങളും തിരുനാമ ജപങ്ങളും മാത്രമാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒന്നും
അതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ ജോലി ചെയ്യേണ്ട പൈസ സമ്പാദിക്കണം എന്നല്ല, വേണം. ഇതെല്ലാം നമ്മൾ ഒരു കണക്കിന് ചെയ്തിട്ട് ബാക്കി ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിനും നാമജപത്തിനും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ ഭഗവാനെ നമ്മൾ എത്രത്തോളം കൂടെ ചേർക്കുന്നു അത്ര നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയാ എല്ലാ മംഗളങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത്. യശസ്മൃതാച നമോക്ത്യ തപോയജ്ഞക്രിയാദിഷു നൂനം സമ്പൂർണതാമേതി സദ്യോ വന്ദേതം അച്യുതം സ്കന്ദപുരാണം പറയുന്നു. യസ്മൃതാച നമോക്ത്യ തപോയജ്ഞക്രിയാദിഷു നൂനം സമ്പൂർണതമാമേതി സദ്യോ വന്ദേതം അച്യുതം. നമ്മളിപ്പോ ഏത് യജ്ഞം ചെയ്താലും തപസ് ചെയ്താലും ക്രിയകൾ ചെയ്താലും യസ്മൃത നമ്മൾ ഈ അച്യുതനായിട്ടുള്ള ഭഗവാൻ. അച്യുതൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഒരിക്കലും ചുരി സംഭവിക്കാത്തവൻ, ഒരിക്കലും വീഴ്ച പറ്റാത്തവൻ. അതായത് സ്വന്തം വേറൊരർത്ഥം പറയുന്നുണ്ട്, സ്വന്തം ഭക്തന്മാരെ രക്ഷിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച പറ്റാത്തവൻ എന്നൊരർത്ഥം ഭഗവാനുണ്ട്. വേറെ അർത്ഥം ഭഗവാൻ തന്റെ പൊസിഷനിൽ നിന്ന് ഒരിക്കലും താഴേക്ക് വീഴാത്തവൻ, സ്ഥാനമാറ്റം സംഭവിക്കാത്ത ആള് എന്നാണ്. രണ്ടർത്ഥങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ, അച്യുതനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സ്മരിച്ചാൽ ഏത് കർമ്മം ചെയ്താലും ഏത് നമ്മൾ തപസ് ചെയ്താലും എല്ലാം ആ ഒരു ഭഗവാന്റെ തിരുനാമം നമ്മൾ പറയാം. എപ്പോഴും അവസാനം നമ്മൾ എന്താ പറയാ? കൃഷ്ണാർപ്പണമസ്തു, സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാം സമ്പൂർണ്ണമായിട്ട് എല്ലാ ന്യൂനതകളും മാറി അത് സമ്പൂർണമായിട്ട് മാറും. ശ്രീമദ് ഭാഗവതം വേറെ പറയുന്നുണ്ട്, തപസ്സിനോ ദാനപരാഹ യശസ്സിനോ മന്ത്രവിര സുമംഗള ക്ഷേമം ന വിന്ദന്തി വിനായത് അർപ്പണം തസ്മേ സുഭദ്ര ശ്രവസേ നമഃ. രണ്ടാമത്തെ കാണ്ഡവില് 4-ാമത്തെ അധ്യായം 17-ാം ശ്ലോകം. തപസ്സിനോ ദാനപരാ യശസ്സിനോ മന്ത്രവിര സുമംഗളാഹ ക്ഷേമം ന വിന്ദന്തി വിനായത് അർപ്പണം തസ്മേ സുഭദ്ര ശ്രവസേ നമഃ. ഇവിടെ ദുരിതന് പറ്റിയ പദം എന്താണ്? വിനായത് അർപ്പണം. ഈ സുഭദ്ര ശ്രവസ്, അതായത് സുഭദ്രം, എപ്പോഴും മംഗളം അല്ലെങ്കിൽ നമുക്ക് ഭദ്രമാക്കി തരുന്ന ആള്, അങ്ങനെയുള്ള സുഭദ്ര ശ്രവസായിട്ടുള്ള ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ ഇവിടെ സ്മരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്ത് തപസ്യ ദാനം ചെയ്താലും എന്ത് ചെയ്താലും എന്ത് മന്ത്രം ജപിച്ചാലും ഈ സുമംഗളം, അത് മംഗളമാണെങ്കിൽ എന്താണ്? നമ്മൾ ക്ഷേമം ന വിന്ദന്തി, നിങ്ങൾക്ക് ഒരിക്കലും ക്ഷേമം ഉണ്ടാവില്ല, മംഗളം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? വിനായത് അർപ്പണം തസ്മൈ സുഭദ്ര ശ്രവസേ നമഃ. സുഭദ്ര ശ്രവസായിട്ടുള്ള ഭഗവാനെ നിങ്ങൾ ശരണം പ്രാപിച്ചില്ല, ഭഗവാനെ സ്മരിച്ചില്ല, ഭഗവാൻ അർപ്പണം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിൽ യാതൊരു ഫലവും ഉണ്ടാകുന്നതല്ല. ശ്രീമദ് ഭാഗവതം 2-ാം കാണ്ഡം 2-ല് ചാപ്റ്റർ 4 ശ്ലോകം 17, അടുത്ത ശ്ലോകം ഇപ്പൊ പറഞ്ഞതിന്റെ അടുത്ത ശ്ലോകം. കിരാതഹൂണാന്ദ്ര പുളിന്ദ പുൽകശ ആഭീരശുംഭായ വനാകസാദയം ഏ അന്യേജ പാപായ ദുപാശയാശയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമാം. എന്ന് വെച്ചാല് നിങ്ങൾ കിരാതൻ, ഇതൊക്കെ വളരെ അധകൃതരായിട്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പറയുന്ന വംശങ്ങളിൽപ്പെട്ടവരാണ്. കിരാതൻ, നമുക്കറിയാം കിരാതൻ സൗത്ത് ആഫ്രിക്കൻ ആ ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ, ഹുണാൻ, പുളിത്തൻ, പുൽക്കശൻ, ആബീരൻ, ഗംഗൻ, ശുംബൻ, ഖസാദിയൻ. ഖസാദിയൻ എന്ന് വെച്ചാൽ ഈ ഫാർ ഈസ്റ്റ് ഈ ഭാഗത്തുള്ള നമ്മുടെ ഈ ഖസാദിയൻ എന്നൊരു പ്രഭുപാദ് പറയുന്നുണ്ടായാലും ഈ മേൽമീശ വളരാത്ത താഴെ മാത്രം മേൽമീശ വളരാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫിലിപ്പീൻസ്, ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ നമ്മുടെ, ആ ഭാഗത്താണ് ഖസാദിയന്മാർ എന്ന് പറയുന്നത്. മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, അങ്ങനത്തെ കുറെ, ചൈന, അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലത്താണ്. അപ്പൊ അങ്ങനെ കുറെ ഇവരൊക്കെ നമ്മൾ കുറച്ച് സാധാരണ മനുഷ്യരൊക്കെ മനുഷ്യൻ സംസ്കാരത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന, അറിയാം, അവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ കാണാറുണ്ടല്ലോ, അവരെന്തൊക്കെ കഴിക്കുന്നത് ജീവിതത്തിൽ നമുക്കെല്ലാം അറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവരാണെങ്കിൽ പോലും അന്വേജ പാപ, ഏത് പാപിയാണെങ്കിലും യദുപാശ്രയാശ്രയ ശുദ്ധം തസ്മൈ, ആരാണ് ഭഗവാന്റെ തിരുനാമങ്ങളെ, ഈ തിരുനാമങ്ങളെ ആശ്രയിച്ച വ്യക്തികളെ ആരാശ്രയിക്കുന്നു അവൻ ശുദ്ധനായിട്ട് തീരും എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വലിയ കഴിവില്ലെങ്കിൽ പോലും പരിശുദ്ധനായിട്ടുള്ള ഭക്തന്മാരുടെ സത്സംഗം മൂലമെങ്കിലും നമുക്ക് ഭഗവാനോട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ സകല ഗുണങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ്. നമ്മള് അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരുടെ സത്സംഗം കിട്ടാൻ വളരെ ദുർലഭമാണ്. നമ്മള് പത്മനാഭ ക്ഷേത്രത്തിലെ ശിവേലി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, പടിഞ്ഞാറ് നടയിൽ എത്തുമ്പോ ഭഗവാനെ കട്ടിയം പറയും. ഒരു സ്വർണ്ണ ദണ്ട് അല്ലെങ്കിൽ വെള്ളി ദണ്ട് വെച്ചിട്ട്, വിശേഷ ഉത്സവത്തിന്റെ സ്വർണ്ണ ദണ്ട് അവിടെ വെച്ചിട്ട് പറയും. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും,
जय विजयी भवा देवदेवोत्तमा देवदास सार्वഭൗമ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശ്രീ പത്മനാഭായ ശരീരാവരാഹോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പായിട്ടൊരു ശ്ലോകം പറയും. പലപ്പോഴും മാറ്റി പല പദ്യങ്ങളുണ്ടായാലും ഒരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീമദ് ഭാഗവതത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരം തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ജയ വിജയ് ഭവ ദേവദാ സാർവഭൗമ ദേവദേവോത്തമ ദേവദാസ് സാർവഭൗമ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായക ശ്രീ പത്മനാഭ ശരീരവരാഹോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ശ്ലോകത്തിന് അർത്ഥം എന്താണ്? ദുർലഭോ മാനുഷോ ദേഹോ ദീഘനാക്ഷണമങ്കുരം. ശ്രീമദ് ഭാഗവതം 11ാമത്തെ കാണ്ടോ 2ാമത്തെ അധ്യായം 29 ശ്ലോകം. അത് ദുർലഭോ മാനുഷദേഹം, മനുഷ്യ ശരീരം വളരെ വളരെ ദുർലഭമാണ്, കിട്ടാൻ വളരെ വെരി റെയർ ആണ്. ദേഹിനാം ക്ഷണഭംഗുരം, അങ്ങനെ കിട്ടിയ ശരീരം എപ്പോഴാണ് നശിച്ചു പോകുന്നത് നമുക്കറിയില്ല. ഒരു നീർക്കുമള പോലെയാണ് ഈ ശരീരം, എപ്പോ വേണം നശിച്ചു പോകാം അല്ലെ. നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല ഞാൻ എത്ര വർഷം ജീവിച്ചിരിക്കുന്ന എഴുതി ഒപ്പിട്ടൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോ വിളിക്കണം അപ്പൊ പോകേണ്ട തന്നെയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല ഈ പ്രോഡക്റ്റിന്. തത്രാപി ദുർലഭം മന്നെ, അങ്ങനെ ശരീരം കിട്ടിയാൽ പോലും അങ്ങനെ എപ്പോ വേണമെങ്കിൽ നശിച്ചു പോകാന്നുള്ള ഈ ശരീരം, അതും ഈ മനുഷ്യ ശരീരം കിട്ടാൻ തന്നെ ദുർലഭമാണ്. പക്ഷേ വൈകുണ്ഠ പ്രിയദർശനം ദുർലഭം മന്നെ തത്രാപി, അത് കിട്ടിയാൽ പോലും തത്രാപി ദുർലഭം മന്നെ വൈകുണ്ഠ പ്രിയദർശനം. വൈകുണ്ഠ എന്ന് വെച്ചാൽ ഭഗവാൻ ഒരു പേരുണ്ട്. ഭഗവാന്റെ വസിക്കുന്ന സ്ഥലത്തിന്റെ പേരും വൈകുണ്ഠ എന്നാണ്. ഭഗവാനും ഒരു വൈകുണ്ഠ എന്നൊരു പേരുണ്ട്. ഭഗവാൻ വൈകുണ്ഠ എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ വൈകുണ്ഠ, കുണ്ഠ എന്ന് വെച്ചാൽ കുണ്ഠിതം, ദുഃഖം, ദുരിതം. വൈകുണ്ഠ എന്ന് വെച്ചാൽ കുണ്ഠിതങ്ങളില്ലാത്ത, ദുഃഖങ്ങൾ, പരിഭവങ്ങളില്ലാത്ത സ്ഥലം. അല്ലെങ്കിൽ യാതൊരാളെ നമ്മൾ സ്മരിച്ചോ ശരണം പ്രാപിച്ചോ അതിനാൽ നമ്മുടെ എല്ലാ കുണ്ഠിതങ്ങളും മാറും. അങ്ങനെയുള്ള വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേരും വൈകുണ്ഠനാണ്. അങ്ങനെയുള്ള വൈകുണ്ഠൻ, വൈകുണ്ഠപ്രിയ, വൈകുണ്ഠപ്രിയ ആരാണ്? അങ്ങനെയുള്ള വൈകുണ്ഠന്, ശ്രീമൻ നാരായണൻ, ശ്രീ ഭഗവാന്, ഈശ്വരന് ഉള്ള ഭഗവാന് പ്രിയപ്പെട്ട ആൾക്കാരുടെ ദർശനം ലഭിക്കുന്നതിന് വളരെ മഹാ ദുർലഭമാണെന്ന് ആണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ കുറവും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എപ്പോഴും ആ ഭഗവാനെ മറന്ന് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുരിതങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഭഗവാനെ അവഗണിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ബിഗ് 0 തന്നെയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനായിട്ട് സാധ്യമല്ല. ഇവിടെ ഭീഷ്മർ ഇവിടെ ഭീഷ്മരോട് ദുര്യോധനൻ പറയുന്നുണ്ട്, അങ്ങ് പ്രതിജ്ഞ ചെയ്യണം, എല്ലാ 5 പാണ്ഡവന്മാരെ ഞാൻ കൊന്നുകളയാം എന്നുള്ളൊരു സത്യം ചെയ്യണം. അപ്പം ഭീഷ്മർ കുറച്ച് ബുദ്ധിമാനാണ്. അദ്ദേഹം എന്തായാലും ഒരിക്കലും സ്വന്തം അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ കുരുവംശത്തിന്റെ സിംഹാസനത്തെ സംരക്ഷിക്കണം എന്നുള്ളൊരു വാക്ക് കൊടുത്തുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുകയാണ്. ആ പ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം നിൽക്കുകയാണ്. അതിനറിയാം ധർമ്മം എന്താണ്, അധർമ്മം എന്ന് അറിയാം. പക്ഷെ ഒരിക്കലും അദ്ദേഹം ഈ ധർമ്മിഷ്ഠരായിട്ടുള്ള ഈ പൗത്രന്മാരെ കൊല്ലാനായിട്ട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, ഈ മായാവൃതജ്ഞാനമായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ, ബുദ്ധിയും ജ്ഞാനവും പോയ ദുഷ്ടന്മാർക്ക് പെട്ടെന്നൊന്നും കാര്യം ഗ്രഹിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. അപ്പം ഈ ഭീഷ്മര് പറയും, ഞാൻ ദിവസം ഒരു 10,000 പാണ്ഡവ സൈന്യത്തെ ഞാൻ വധിച്ചോളാം. അത് കേട്ടപ്പം ദുര്യോധന ഭയങ്കര സന്തോഷമാണ്. ആ ശരി, അപ്പൊ മെയിൻ കാര്യം മറന്നുപോയി ഈ ഒരു സന്തോഷം കേട്ടപ്പോഴത്തേക്കും. അപ്പോ പക്ഷെ ഭീമൻ എന്താ പ്രതിജ്ഞ ചെയ്തത്? ഞാൻ ഈ 100 പേരെയും കൊല്ലുന്നതാണ്. അപ്പം ഏതാണ് എഫക്റ്റീവ്? പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ എഫക്റ്റീവ്? ഭീമന്റെ പ്രതിജ്ഞയാണ് കൂടുതൽ എഫക്റ്റീവ്, ഭീഷ്മരുടേതല്ല. ഭീമന് ഇവിടെ പറയുന്നത് 10,000 ആനകളുടെ ശക്തി ഉണ്ടെന്നാണ് പറയണം ഭീമന്. ആദ്യം 2,000 ആനകളുടെ ശക്തി ഉണ്ട്. പിന്നെ നാഗലോകത്തൊക്കെ പോയി അവിടുന്ന് പ്രത്യേക തരത്തിലുള്ള പായസം, 8 ചഷകങ്ങളിലുള്ള പായസം കുടിച്ച് കഴിയുമ്പോൾ ഓരോ പായസം കുടിക്കുമ്പോഴത്തേക്കും 1000 ആനകളുടെ ശക്തി ആയിട്ട് കിട്ടും. അങ്ങനെ മൊത്തം യുദ്ധസമയത്ത് ഭീമന് ഈ 10,000 ആനകളുടെ ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു കമ്പാരിസൺ ദുര്യോധനന്റെ ക്യാരക്ടർ കാണിക്കുന്നത്, ഈ കമ്പാരിസൺ കാണിക്കുന്ന എപ്പോഴും ഇങ്ങനത്തെ ഈ അല്പബുദ്ധിയും അല്പന്മാരും ദുഷ്ടബുദ്ധികൾ മാത്രമാണ് ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്നത്. കമ്പാരിസൺ നടത്തുന്നത് തന്നെ, സ്വയം ആത്മപ്രശ്നം നടത്തുന്നത് തന്നെ അവരുടെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പൊ ദുര്യോധനന്മാർ നമ്മുടെ ചുറ്റും നമ്മളിലൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ മാറ്റിവെച്ച് ഭഗവാന്റെ ആ ഒരു തിരുനാമങ്ങൾ ജപിച്ച് ഭഗവാനിൽ നമ്മൾ ശരണം പ്രാപിക്കണം. ഭഗവാനെ മാറ്റിവെച്ച് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മഹാഭാരതം നോക്കി കഴിഞ്ഞാൽ തന്നെയും
ഈ പഞ്ചപാണ്ഡവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. ഭഗവാനെ മാറ്റി നിർത്തിയിട്ടും ഭഗവാനെ ഒളിച്ചു വെച്ചും അങ്ങനെ പലതൊക്കെ ഇവര് പലപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ പല റിസ്ക് എടുത്ത് ഇവരെ പല സന്ദർഭത്തിലും രക്ഷിക്കുന്നുണ്ട്. പല നിയമങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് ഭഗവാൻ അല്ലെ ആയുധം എടുക്കില്ലെന്ന് പറഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു? രഥാംഗവാണി. ആ ഭക്തന്മാരുടെ വാക്കിന് എപ്പോഴും ഈ ഭഗവാൻ എപ്പോഴും പരികൽപ്പിക്കാറുണ്ട്. ഭീഷ്മരും ഇതിനിടയ്ക്ക് ഭീഷ്മരെ ഒരുപാട് ദുര്യോധനൻ അവമാനിക്കുമായിരുന്നു. ചോറെങ്ങും കൂറെങ്ങുമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുമായിരുന്നു. ഒരുപാട്. ഭഗവാൻ ഒരുപാട് ട്രിക്സ് കാണിച്ച് ഇവരെ രക്ഷിക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോ ഒരിക്കല് ഇത് കേട്ട് അവമാനം കേട്ട് അത് മനഃപൂർവ്വം ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ദുര്യോധനൻ അവമാനിക്കുന്നതാണ്. അപ്പോ ദുര്യോധനൻ അങ്ങനെ പറയുമ്പോ ഭീഷ്മര് പറയും, ശരി നാളെ അസ്തമയത്തിന് മുമ്പ് ഞാൻ ഈ ഭൂമി അപാണ്ഡമാക്കി തരാന്ന് പറയും. അപാണ്ഡവം എന്ന് വെച്ചാൽ പാണ്ഡവനെ മൊത്തം നശിപ്പിച്ചു തരാം. ഭൂമിയിൽ ഇല്ലാത്ത അവസ്ഥയാക്കി തരാന്ന്. ഇത് അറിഞ്ഞിട്ട് ദ്രൗപദി മാതാവ് വളരെ ദുഃഖിതയായിട്ട് കൃഷ്ണന്റെ ചെല്ലും. കൃഷ്ണൻ പറയും, ഇതൊന്നും ഞാൻ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾ ഇതൊക്കെ ഒപ്പിച്ചു വെക്കണത്. എന്നിട്ട് എന്നാലും പറയും, മാധവ എന്തെങ്കിലും ചെയ്യണം, എന്റെ ഭർത്താക്കന്മാർ 5 പേര് നഷ്ടപ്പെടും എനിക്ക്. അപ്പോ കൃഷ്ണൻ പറയും, കാര്യം ചെയ്യും, വിളിച്ചോണ്ട് പോകും രാത്രിയിൽ വിളിച്ചോണ്ട് ശിബിരങ്ങളിൽ പണ്ടൊക്കെ യുദ്ധങ്ങൾക്കാണ് നിയമങ്ങൾ. സൂര്യാസ്തമയത്തിന് യുദ്ധം ചെയ്യില്ല, അങ്ങനെ പല നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കാലത്ത്. അപ്പോ അത് കഴിഞ്ഞ് അവരെല്ലാം നോർമൽ ലൈഫാണ്. യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞ അവരായിട്ടുള്ള നേരം പോക്കുകളും കാര്യങ്ങളും ഗെയിംസ് ഒക്കെ അവരങ്ങനെ കഴിയും. അപ്പൊ ആ സമയത്ത് ശിബിരത്തിലേക്ക് വരുമ്പോ കൃഷ്ണൻ വിളിച്ചോണ്ട് വരും ദ്രൗപദി മാതാവിനെ. വിളിച്ചോണ്ട് പറയും, അവിടെ ഒരാളുണ്ട്, പോയിട്ട് പെട്ടെന്ന് നമസ്കരിക്കാൻ പറയും പോയിട്ട്. അങ്ങനെ ദ്രൗപദി മാതാവ് നമസ്കരിക്കുമ്പോ ഭീഷ്മ പിതാമഹനെ നമസ്കരിക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും നമസ്കരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയും, ദീർഘസുമംഗലി ഭവാന്ന് അദ്ദേഹം അനുഗ്രഹിക്കും. അപ്പൊ ഇരുട്ടത്ത് അദ്ദേഹം വലിയ വെളിച്ചമൊന്നുമില്ല, അത് ആരാണെന്ന് മനസ്സിലാവില്ല. അത് 5 പ്രാവശ്യം അദ്ദേഹം പറയും. ഇത് കഴിയുമ്പോഴാണ് ഇത് മനസ്സിലായി, ഇത് ആരാണെന്ന് മനസ്സിലാവുന്നത്, ദ്രൗപദി മാതാവാണെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലായി, കൃഷ്ണ യാദവ നീയാണല്ലേ ഇതിന്റെ പേരിൽ എനിക്കറിയാം. വെളി വരുമ്പോ ഭഗവാൻ പുറത്തങ്ങനെ ഇരിപ്പുണ്ട്, ഒരു മഞ്ഞ പീതാംബരം പുതച്ചിരിക്കുമ്പോൾ ഭഗവാന്റെ പീതാംബരം ഭഗവാന്റെ പേര് കാണാം. നീയാണല്ലേ, എനിക്ക് മനസ്സിലായി നീയാണെന്നുള്ളത്. നീ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ട് നീ എന്റെ വാക്ക് തെറ്റിച്ചുകൊണ്ട് നിന്റെ വാക്കിനും തെറ്റിക്കും. നിന്നെ കൊണ്ട് ഞാൻ നിന്നെ രഥാംഗവാണിയായിട്ട് കാണുന്നു. രഥാംഗത്തിന് സംസ്കൃത ഭാഷയ്ക്ക് പല തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രഥാംഗവാണിയായി കാണണം. രഥാംഗം ഉദ്ദേശിക്കുന്നത് ചക്രം. പക്ഷേ ഭഗവാന്റെ ഈ ഭക്തൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, ഒരു ശബ്ദം ചെയ്തുകൊണ്ട് ഭഗവാന് ശരി അങ്ങനെ അവസരം കൊടുത്തു. രഥാംഗവാണി എന്ന് കാണണമെന്നല്ലേ പറയും. രഥാംഗം എന്ന് വെച്ചാൽ രഥത്തിന്റെ അംഗം, ചക്രം. രഥത്തിന്റെ ചക്രത്തിന് രഥാംഗം എന്ന് പറയും, സുദർശന ചക്രത്തിന് രഥാംഗം എന്ന് പറയും. അപ്പൊ ഈ ഭക്തൻ ഇങ്ങനെ ശബ്ദം എടുത്തുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തം വാക്ക് തെറ്റിച്ച്, ആയുധം എടുക്കില്ല അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള വാക്ക് തെറ്റിച്ചുകൊണ്ട് ഭീഷ്മരെ ആക്രമിക്കാനായിട്ട് ഭഗവാൻ രഥാംഗം ആയിട്ടുള്ള രഥത്തിന്റെ ചക്രത്തിന്, യഥാർത്ഥ രഥത്തിന്റെ ചക്രത്തിനെ എടുത്തുകൊണ്ട് ആക്രമിക്കാൻ. ആ ഫോട്ടോ ഒക്കെ നമ്മുടെ ഡിസ്കൗണ്ടിലുണ്ട്. ആ ഒരു പിക്ചർ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്, ഇങ്ങനെ ഒരു പിക്ചറുണ്ട്. അപ്പോ ഭക്തന്റെ വാക്ക് എന്താണോ അത് ഭഗവാന് അല്ലെ, സത്യൻ വിധാതും നിജപ്രത്യഭാഷിതം. എന്റെ ഭക്തൻ എന്ത് പറഞ്ഞത് വാക്ക് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ കടമ. അപ്പോ നമ്മൾ ഈ എത്രത്തോളം നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്ത് നാമം ജപിച്ച് ഭഗവാനിലേക്ക് നമ്മൾ കൊണ്ടെടുക്കും, നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നമ്മൾ എത്ര ചേർത്ത് വെക്കുന്നു, നമ്മുടെ ലൈഫിൽ കൃഷ്ണ എന്ന് പറയുന്ന ഫ്ലേവർ നമ്മൾ എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുന്നു, നമ്മുടെ ലൈഫ് അത്രയും സുരഭിലം സുന്ദരമായിട്ട് ശാന്തവും ആയിട്ട് മാറും. മാത്രമല്ല ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. തിരുനാമത്തിന്റെ രുചി അറിയാനും ഭഗവാന്റെ ലീലകൾ നമുക്ക് എന്താ പറയാ ആസ്വദിക്കാനും ഈ ശരീരം ത്യജിക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും ഉള്ള ഒരു സുവർണ അവസരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ദുര്യോധനനെ പോലെ ഭഗവാനെ ഇഗ്നോർ ചെയ്യാതെ പാണ്ഡവരെ പോലെ ഭഗവാനെ ചേർത്ത് വെക്കുക, യുധിഷ്ഠിര മഹാരാജനെ പോലെ ഭഗവാനെ സ്വീകരിക്കുക. നമ്മൾ ബാക്കിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി എന്തൊക്കെ നമുക്ക് നെഗറ്റീവ്സ് ആണെങ്കിലും അതെല്ലാം തീർക്കാൻ ഒറ്റ ആ സൈഡിൽ ബാലൻസ് വെക്കാൻ നമുക്ക് ഭഗവാൻ മാത്രം മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മന്ദിജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധന്യവാദം. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. വളരെ മനോഹരമായ ക്ലാസ്സാണ്. നന്ദിയുണ്ട് പ്രഭുജി. ഇന്ന് മുതൽ എല്ലാ മാസവും 1-2 ക്ലാസ് എടുത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രഭുജി. വളരെ സന്തോഷം, വളരെ സന്തോഷം. വളരെ വളരെ സന്തോഷം, വളരെ നന്ദി, പ്രത്യേക നന്ദി. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാർക്കും എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം.
താങ്ക് യു ഇപ്പം പ്രഭു, വളരെ നന്ദി. ക്വസ്റ്റൻ സെഷൻ ഉണ്ടോ പ്രഭു? എന്തായാലും ചോദിക്കാം. ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്. പ്രഭു ചോദിക്കാറ് പ്രഭു, ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട പറഞ്ഞില്ലേ പ്രഭുവിനോട് ചോദിക്കാം. പറഞ്ഞതില്ലേ ഇപ്പൊ പറ സബ്ജക്റ്റ് ബന്ധപ്പെട്ട് അതെ, ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവായി പ്രഭുവിനോട് ചോദിക്കാം. പ്രഭു വളരെ സീനിയർ ഡ്യൂട്ടിയാണ്, നമുക്ക് എന്തുണ്ടെങ്കിലും പ്രഭുവിനോട് ചോദിക്കാവുന്നതാണ്. ദയവായി ചോദിച്ചാൽ. പ്രഭു ഇന്ന് ഗൾഫിൽ നിന്നുമാണ് ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രഭു തിരുവനന്തപുരത്തില് വർഷങ്ങളോളം ഭഗവാന് സേവ ചെയ്ത ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഇസ്കോണിലെ ടെമ്പിളിൽ സേവ ചെയ്യുന്നു. പ്രഭു ഇന്ന് ബാംഗ്ലൂരിൽ നിന്നുമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡിവോട്ടീസിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രഭുവിനോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ഭഗവാൻ ആയുധം എടുത്ത കാര്യം പറഞ്ഞല്ലോ, അത് എനിക്കറിയില്ല ആ ഒരു കാര്യം, അതൊന്ന് പറഞ്ഞു തരാമോ? എപ്പോഴാണ്, എന്താണ്? അതായത് ഈ ഭീഷ്മ പിതാമഹരുടെ വാക്ക് ഭഗവാൻ തെറ്റിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം വാക്ക് കൊടുക്കുന്നു, നാളെ ഞാൻ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് ഭൂമി അപാണ്ഡമാക്കും, അതായത് പാണ്ഡവന്മാരെ നശിപ്പിക്കും എന്നുള്ളത് വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വാക്ക് കൃഷ്ണൻ വന്ന് തെറ്റിക്കല്ലേ. കൃഷ്ണനാണല്ലോ ദ്രൗപദിയെ കൊണ്ട് അവിടെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം ദീർഘസുമംഗലി ഭഗവാൻ 5 പ്രാവശ്യം അനുഗ്രഹിച്ചു. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഈ 5 പാണ്ഡവന്മാരെയും കൊല്ലാൻ പറ്റുമോ? പിന്നെ ഈ വാക്ക് കൊടുത്ത ആൾക്കാരെ കൊല്ലാൻ പാടില്ലല്ലോ. എങ്ങനെ ആ വാക്ക് എങ്ങനെ പാലിക്കും? അപ്പൊ അതുകൊണ്ട് വാക്ക് തെറ്റിപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പറയും, നിന്റെ വാക്ക് ഞാനും തെറ്റിക്കും. നീ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ആയുധം എടുപ്പിക്കുന്നു, അത് ഞാനും എടുപ്പിക്കും. അപ്പം ഈ അറ്റാക്ക് അർജുനെതിരായിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നടക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധത്തില് ഒരു പ്രത്യേക സാഹചര്യത്തില് ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി അവിടെ ഊരിക്കിടക്കുന്ന ഒരു രഥത്തിന്റെ വീല് രഥ ചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരെ ആക്രമിക്കാനായിട്ട് ഓടും. അപ്പോഴേ അർജുനൻ ഓടിച്ചെന്ന് കാല് പിടിക്കും, ഭഗവാനെ അങ്ങ് ഇങ്ങനെ ശബ്ദം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് ചേർന്നുകൊണ്ട് ഭഗവാനെ പിന്തിരിപ്പിക്കും. അപ്പൊ ഭീഷ്മപിതാമഹൻ പറഞ്ഞു, നിന്നെ രഥാംഗപാണിയായിട്ട് കാണും എന്നാണ് പറഞ്ഞത്. രഥാംഗപാണി എന്ന് വെച്ചാല് രണ്ടർത്ഥമാണ്. സംസ്കൃതം വളരെ വിശാലമായ ഒരു ഭാഷയാണ്. അതിനകത്ത് ഓരോ വാക്കിന് ഓരോ സാഹചര്യം അനുസരിച്ച് അതിന് രഥാംഗം എന്ന സുദർശന ചക്രം ഉണ്ടല്ലോ, അത് ചക്രമാണല്ലോ. രഥാംഗം എന്ന് വെച്ചാൽ സുദർശന അംഗപാണി ഭഗവാൻ രണ്ടർത്ഥത്തിലെടുക്കാം. ഒന്ന് രഥത്തിന്റെ അംഗം, രഥാംഗം എന്ന് വെച്ചാൽ അതും രഥത്തിന്റെ വീലെന്നും പറയാം, സുദർശന ചക്രം. അപ്പൊ ഇത് സ്പെസിഫിക്കലി പറഞ്ഞല്ലോ രഥാംഗപാണിയായിട്ട് കാണുന്നു പറഞ്ഞപ്പോ രഥാംഗപാണിയായിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് കാഴ്ച കൊടുത്തു. എന്താ പറയാ ഒരു ഭഗവാന്റെ രൂപം, ഭഗവാൻ ഒരു കാഴ്ച കൊടുത്തു അങ്ങനെ രഥാംഗപാണിയായിട്ട്. അങ്ങനെ ഈ ഇതില് ഭഗവാൻ ഒരുപാട് സ്ഥലത്ത് ഈ പാണ്ഡവരെ രക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഇനി വേറെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അത് ചെറിയൊരു കഥ കൂടെ പറഞ്ഞിട്ട്, കഥയല്ല ചെറിയ ഇൻസിഡന്റ് മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അതുപോലെ തന്നെ വളരെ ഒരു അതിശക്തനായിട്ടുള്ള ഒരു മഹാരഥി എന്ന് വേണമെങ്കിൽ പറയാം, ആളാണ് വിതുരര്. വിതുരൻ ഇതുപോലെ തന്നെ ഭീഷ്മപിതാമഹരെ പോലെ തന്നെ ഈ സിംഹാസനത്തിന് അടിമയാണ്, കുരുവംശത്തിന്റെ. കുരു സിംഹാസനത്തിൽ ആയിരിക്കുന്നു അവരെ സംരക്ഷിച്ചോളാന്നാണ് അവരുടെ പ്രതിജ്ഞകളെല്ലാം തന്നെ. അപ്പോ വിതുരര് എന്തായാലും യുദ്ധം വരുമ്പോ കുന്തിമാതാവുണ്ട്, ആ സമയത്ത് കൃഷ്ണനുണ്ട്, ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് യുദ്ധത്തിനെ പറ്റി ഡിക്ലറേഷൻ വരുന്നത്. അപ്പോ കൃഷ്ണൻ പറയും, നമ്മുടെ അവരോട് ചേരരുത്, പാണ്ഡവരെ കൊല്ലരുത് എന്നൊക്കെ പറയും. പക്ഷെ ഇല്ല, എന്റെ രാജാവ് എന്ത് പറയുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹം പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ രാജ്യസഭയിൽ, അല്ലെ? അതായത് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സജീവനാണ്, സെക്രട്ടറി, അതിന്റെ വളരെ മന്ത്രി സ്ഥാനത്തേക്കുള്ള വളരെ എന്താ പറയുക വലിയൊരു പോസ്റ്റിരിക്കുന്ന ആളാണ്. അപ്പോ അതിന് ആ രാജ്യത്തിന്റെ ഒരു യുദ്ധം വരുമ്പോൾ രാജ്യത്തിനോട് നിൽക്കാൻ പറ്റുള്ളൂ. ആ സാഹചര്യത്തിൽ പാണ്ഡവർ രാജ്യത്തിന് പുറത്തുള്ള രാജ്യത്തിന്റെ ശത്രുക്കളാണ് ആ സമയത്ത്. അപ്പോ ശത്രുരാജ്യത്തിന് ആക്രമിക്കാൻ വരുമ്പോ ശത്രുരാജ്യത്തിനോട് നിൽക്കാൻ പാടില്ല, സ്വന്തം രാജ്യത്തിനോട് നിൽക്കാൻ പാടുള്ള എന്ന രീതിയിൽ പറയും, ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറയും. എന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രം ഉണ്ട്, എന്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രം ഉള്ളിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്തിരിക്കും, പാണ്ഡവരെ കൊന്നിരിക്കും എന്നുള്ളത് പറയാം. അപ്പൊ കൃഷ്ണൻ പറയും, ശരി കയ്യിൽ ബ്രഹ്മാസ്ത്രം ഉണ്ടെങ്കിലല്ലേ, ശരി അത്രയും മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അപ്പോഴും അവിടെ നിന്ന് പോകും. എന്നിട്ടാണ് പിന്നെ കൃഷ്ണൻ രണ്ടാമത് ദൂത് പറയാൻ വരുന്നത് കൗരവ സഭയിൽ. അപ്പോഴ് കൃഷ്ണൻ വരുമ്പോ തന്നെ ഈ ദുര്യോധന ഭയങ്കര ഇൻസൾട്ടീവ് ആണ്, എല്ലാവരും ഇൻസൾട്ട് അപമാനിക്കുന്നതാണ് ആളുടെ ഒരു ഹോബി. അപ്പൊ കൃഷ്ണൻ വരുമ്പോ തന്നെ യാദവൻ ഈ കാലി മേയ്ക്കുന്നവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഭഗവാനെ പറ്റി ഒരുപാടൊക്കെ പറയും. എന്നിട്ട് ഭഗവാൻ അങ്ങനെ പ്രത്യേകം പറയില്ല, ഭഗവാനെ കളിയാക്കൊണ്ടിരിക്കും. ആ സമയത്ത് കൃഷ്ണൻ പ്ലാൻ ചെയ്താ വരുന്നത്. കൃഷ്ണൻ ചോദിക്കും, അപ്പോ
വിതുരർക്കറിയാം. വിതുരർ വാ തുറന്നു കഴിഞ്ഞാൽ ദുര്യോധനൻ ഭയങ്കര ഇൻസൾട്ട് കളയും. കാരണം ദാസിപുത്രനാണല്ലോ. ആ ദാസി എന്നല്ല പറഞ്ഞത്, അയാൾ വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത് ദുര്യോധനൻ. ഈ എന്താ പറയാ, ഈ ഇദ്ദേഹത്തിന്റെ ദാസി എന്ന് പറയുന്നത് വേറെ അർത്ഥമാണ്, അറിയാലോ കാലഘട്ടം. അപ്പൊ ദാസിപുത്രൻ അല്ല ഉപയോഗിക്കുന്നത്, വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വന്തം അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ വിതുരർ ധർമ്മശാസ്ത്രം, സാക്ഷാൽ ധർമ്മരാജാവിന്റെ മനുഷ്യാവതാരമാണ്. പക്ഷെ ധർമ്മശാസ്ത്രം അറിഞ്ഞിട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടില്ല. അപ്പൊ കൃഷ്ണൻ പറയും, വിതുരരെ നിങ്ങൾ ഇത്ര വലിയ ആളായിട്ട് വലിയ കാര്യമുണ്ടോ, ഇത്രയും ഈ അധർമ്മം പറയുമ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതിന് മിണ്ടില്ല. കുറെ ഇങ്ങനെ ഇളക്കി വിടുമ്പോഴത്തേക്കും വിതുരന്റെ വാ തുറക്കും. അദ്ദേഹം പറയും, ദുര്യോധന, നീ ചെയ്യുന്ന നാശത്തിലുള്ള വഴിയാണ്, കുരുവംശത്തെ നശിപ്പിക്കാനാണ് നീ ഒരുമ്പെടുന്നത്, നിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഹേ ദാസിപുത്ര, അവിടെ ഇരി, മിണ്ടാതെ. നിനക്ക് ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ കഴിച്ചോണ്ട് മിണ്ടാവിടെ ഇരുന്നോ, നീ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട, നീ അടിമയാണ് സിംഹാസനത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഇൻസൾട്ട്. അപ്പൊ സ്വന്തം അമ്മയെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്നിട്ടും അദ്ദേഹം കുറച്ച് മിണ്ടാതിരിക്കും, സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കും. അപ്പോഴത്തെ കൃഷ്ണൻ പറയും, അയ്യോ ദുര്യോധന, നീ ഇത്ര ഒരു മണ്ടനായിപ്പോയല്ലോ. സ്വന്തം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് പാണ്ഡവരെ മൊത്തം കൊന്നുകളയാന്ന് വരെ തീരുമാനിച്ച് ശപഥം ചെയ്ത ഒരു മഹാരഥനാണല്ലോ നീ ഇങ്ങനെ അമ്മയൊക്കെ അവമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ വിതുരർ ചാടി എണീക്കും. നീ കൃഷ്ണ, നീ എന്നെ ഓർമ്മിപ്പിച്ച് നന്നായി. ഈ മഹാദുഷ്ടന്മാർക്ക് വേണ്ടി ഞാനൊരു സഹായം ഞാൻ ചെയ്യില്ല. എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുള്ള, എന്റെ കയ്യിൽ ഈ ബ്രഹ്മാസ്ത്രം ഉണ്ടെങ്കിലെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ബ്രഹ്മാസ്ത്രം ഇനി മുതൽ എനിക്ക് വേണ്ടാന്ന് ബ്രഹ്മാസ്ത്രത്തെ വരുത്തിയിട്ട് അദ്ദേഹം നശിപ്പിച്ചു കളയും. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്തത് അവിടെ? ഈ വിതുരരുടെ ആ ഒരു പ്രതിജ്ഞ ദയവിട്ട് വിടുകയാണ്. ഭഗവാൻ അങ്ങനെ ഇതിൽ മഹാഭാരതത്തിൽ ഒരുപാട് ഭഗവാൻ ഈ ഭക്തന്മാരെ സഹായിക്കുന്നുണ്ട് ഒരുപാട് തരത്തിൽ. കാരണം അവരുടെ ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഭഗവാൻ കവർ ചെയ്ത് പോവാണ്. കാരണം ഭഗവാൻ വാക്കോട് തന്നെ നമേ ഭക്തപ്രണശീലം ഭഗവാൻ പറയുന്നുണ്ടല്ലോ, എന്റെ ഭക്തന്മാര് ഒരിക്കലും നശിക്കില്ല അല്ലെ. എന്റെ ഭക്തന്മാർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ സംരക്ഷിക്കും, എന്തൊക്കെ കുറവുണ്ടോ അതൊക്കെ ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഭഗവാന്റെ വാക്ക് ഒരിക്കലും ഭഗവാൻ തെറ്റിക്കില്ല. അത് മാത്രമല്ല, നമേ ഭക്തപ്രണശീലം അർജുനനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരുടെ വാക്ക് ഒരിക്കലും, ഭഗവാൻ സ്വന്തം വാക്ക് മാറ്റിയാലും അത് ഭഗവാൻ മാറ്റുന്നതല്ല. ഭഗവാൻ മാറ്റിയാലും അതിന് ലോജിക്ക് ഉണ്ടാവും, ഭഗവാൻ ചുമ്മാന്ന് മാറ്റില്ല അങ്ങനെ. പിന്നെ ഭഗവാൻ പറയുന്നതാണ് ശാസ്ത്രം അല്ലേ. അതായത് ആചാര പ്രഭവധർമ്മ ധർമ്മസ്യ പ്രവൃച്ചിത. എല്ലാ ആചാരങ്ങളിലും പ്രധാന ധർമ്മം. ആ ധർമ്മത്തിന്റെ പ്രഭു ആരാണ്? അച്യുതൻ. അച്യുതൻ എന്ത് ചെയ്യുന്നോ അത് തന്നെയാണ് ധർമ്മം. അപ്പൊ അങ്ങനെ ഭഗവാൻ ഒരുപാട് ലീലകൾ ഈ മഹാഭാരതത്തിൽ കാണിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. രാമദ പ്രഭു. ഹരേ കൃഷ്ണ. സൗണ്ട് വരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പട്ടിയല്ല പ്രഭു. പ്രഭുവാണ് ഹോസ്റ്റ്. ഇത് ക്ലോസ് ചെയ്ത പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവാണ് ഹോസ്റ്റ്. എന്ത് ചെയ്തോളൂ. എന്റെ കേട്ടാ പ്രഭു, എന്റെ കേട്ടാ. ചെയ്തോളൂ പ്രഭു, ചെയ്തോ. ആളല്ലേ? എന്ത് ചെയ്താൽ മതി. എന്റെ മീറ്റിംഗ്